ഈ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ ഒന്നുകൂടെ ഗുരുതരാവസ്ഥയിലേക്ക് മാറുകയാണ്. അത് ലോകത്ത് തന്നെ വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമല്ലേ കാണുന്നത്? കഴിഞ്ഞ ഏതാണ്ട് 3 ആഴ്ചത്തെ സമാധാനം എന്ന് നമുക്ക് പറയാം. പശ്ചിമേഷ്യയിൽ പലരും പ്രതീക്ഷിച്ചതുപോലെ ഒരു സമാധാനത്തിലേക്ക് എത്തിയില്ലെങ്കിലും തൽക്കാലം ഒരു ശാന്തിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതിന് മുമ്പ് ഒരു പ്രതീക്ഷ നമുക്കുണ്ടായി. ഏതാണ്ട് അമേരിക്കയും ഇറാനും തമ്മിലൊരു കരാർ, അതിൻ്റെ ഡ്രാഫ്റ്റ് കരാർ അംഗീകരിച്ച് ഏതാണ്ട് 14 ഇന കരാർ, അതിൽ 14 ഐറ്റം അതിനകത്ത് കരാർ പറയുന്നതും ഈ ഇറാന് ഗുണകരമായ ഒരു കരാറായിരുന്നു. പക്ഷേ അത് റിജക്റ്റ് ചെയ്യപ്പെട്ട്, അത് പരാജയപ്പെട്ട് വീണ്ടും സംഘർഷത്തിലേക്ക് പോയി. അതിനുശേഷം വീണ്ടും അമേരിക്ക ഏകപക്ഷീയമായിട്ട് അവിടെ സമാധാനത്തിൻ്റെ പാത സ്വീകരിച്ചതാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു സമാധാന നീക്കവും ഇതിനിടയിൽ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനെ മുന്നിൽ നിർത്തി നടത്തിയ ചർച്ചകളുമൊക്കെ അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം മാത്രമല്ല, ഇറാൻ അതിൻ്റെ ആക്രമണം, അമേരിക്കയ്ക്കെതിരായ ആക്രമണം 6 GCC രാജ്യങ്ങളിൽ നിന്ന് അത് കുറച്ചുകൂടി വ്യാപിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ താവളങ്ങളിലുണ്ടായിരുന്ന ഈജിപ്തിലും ജോർഡാനിലുമൊക്കെ അവരുടെ ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ചെയ്തത് ഈ കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പം നമ്മൾ പശ്ചിമേഷ്യ വലിയൊരു സംഘർഷത്തിൻ്റെ നിഴലിലാണ്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് ഈ 16-ാം തീയതിയുടെ സാഹചര്യം വെച്ചാണ് ഞാൻ പറയുന്നത്. അതിന് പ്രധാന കാരണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക കഴിഞ്ഞ ദിവസം ഹോർമൂസിൽ ഇറാനിനെതിരായ ഉപരോധം ശക്തമായി തുടരുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കേണ്ടത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയം, ഇറാൻ്റെ 3 പൈലറ്റുമാർ ഖത്തറിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അത് മാർച്ച് മാസത്തിലുണ്ടായ സംഭവമാണ്. 4 പേരിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് കണക്കാക്കുന്നു. അവരെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഖത്തർ നടപടി നേരിടുമെന്നുള്ള തരത്തിൽ ശക്തമായ വാണിംഗ് കൊടുക്കുന്നു. അപ്പോൾ ഖത്തർ അത് നിഷേധിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാർത്തയിൽ ഖത്തർ ഞങ്ങളുടെ കൈവശം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇറാൻ അസന്നിഗ്ധമായിട്ട് പറയുകയാണ് ഖത്തറിൻ്റെ കയ്യിൽ ഈ പൈലറ്റുമാരുണ്ട്, അവർ തിരിച്ചു കൊടുക്കണമെന്നുള്ള. അപ്പം ബന്ധം വഷളാകുമെന്നുള്ള തരത്തിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. മറ്റൊന്ന്, സൗദി അറേബ്യയും ഹൂതികളും തമ്മിലുള്ള യുദ്ധവും യമനിലെ ആഭ്യന്തര കലാപം. അപ്പം യമനിൽ സൗദി അറേബ്യയും ഒരു കാലഘട്ടത്തിൽ സൗദി അറേബ്യയും UAE പിന്തുണയ്ക്കുന്ന വിഭാഗവും മറുഭാഗത്ത് ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതികളും തമ്മിലായിരുന്നു. നിലവിൽ UAE പിൻവാങ്ങിയതോടെ സൗദി അറേബ്യ ആയിരുന്നു ഒരു ഭാഗത്തുള്ളത്. പക്ഷേ അവിടെ ഹൂതികൾ സൗദി അറേബ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സൗദി അറേബ്യ നമ്മൾ വിചാരിക്കുന്ന ഈ മേഖലയിലെ സാമാന്യം ശക്തിയുള്ള രാജ്യമാണ്. പക്ഷേ സൗദി അറേബ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക മാത്രമല്ല, അവർ ബ്ലോക്കേഡ്, അതായത് റെഡ് സീയിലൂടെയുള്ള സൗദി അറേബ്യയുടെ വ്യാപാര കപ്പലുകളെ, വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ആൾറെഡി ഹൂതികൾ അവിടെ ഇസ്രയേലിൻ്റെ കപ്പലുകൾക്കും അവിടെ ഉപരോധമുണ്ട്. അങ്ങനെ അതായത് റെഡ് സീയുടെ എൻട്രൻസിലാണ് ഹൂതികൾക്ക് ഡോമിനൻസ് ഉള്ള മേഖല. അപ്പം ബാബൽ മാൻഡേബ് എന്നുള്ളത്. അപ്പോൾ ആ പ്രദേശം നമ്മൾ ഈ ഹോർമൂസ് പോലെ തന്നെ ഒരു കടലിടുക്കാണ്. അപ്പം എൻട്രി ഭാഗത്തെ ഉപയോഗിച്ച്, അപ്പം സ്വാഭാവികം ഇറാൻ്റെ താല്പര്യപ്രകാരമാണ് ഹൂതികൾ അത് ചെയ്യുന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസം അവർ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്, നമ്മൾ ഈ ഇൻ്റർനാഷണൽ പോളിസിയിൽ പറയുന്നത് പ്രീ എംപ്റ്റീവ് എന്നതിൽ നമ്മൾ പറയുന്നത് മുൻകരുതൽ യുദ്ധം എന്നുള്ള തരത്തിൽ. സാധാരണ വൻ ശക്തികൾ ചെറിയ രാജ്യങ്ങൾക്കെതിരായിട്ടാണ് ഈ മുൻകരുതൽ യുദ്ധം നടത്തുക. ഇപ്പം ഇവിടെ ഹൂതികൾ സൗദി അറേബ്യക്കെതിരായിട്ട് അവർ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്താണ് ഇറ്റ്സ് എ പ്രീ എംപ്റ്റീവ് വാർ ആണെന്നുള്ള തരത്തിൽ. അതായത് ഞാനൊരു വാണിംഗ് നൽകുകയാണ്, മുൻകരുതൽ എന്ന തരത്തിൽ. ആ തരത്തിൽ സൗദി അറേബ്യയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഹോർമൂസിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നതിൽ കഴിഞ്ഞ ദിവസം UAEയുടെ 2 കപ്പലുകൾ, അതായത് ഒമാൻ തീരത്താണ് 2 കപ്പലുകളെ ഇറാൻ ആക്രമിക്കുകയുണ്ടായി. അപ്പോൾ ഈ 4-5 സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷം പൂർവാധികം ശക്തിയോടെ വരാൻ പോവുകയാണ്. അമേരിക്ക കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമാന്തരമായിട്ട് ഇസ്രയേൽ ഏത് സമയത്തും ഈ മേഖലയിൽ ഇടപെടാൻ തയ്യാറായിട്ട് ഇസ്രയേൽ നിലകൊള്ളുകയാണ്. അത് ട്രംപും ഇസ്രയേലിൻ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിലുള്ള പരസ്പരം അവർ തമ്മിലുള്ളൊരു ചില വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ട് ഇസ്രയേലിനെ ഉൾപ്പെടുത്താതെ ട്രംപ് GCC രാജ്യങ്ങളുടെ താല്പര്യം കൂടെ മാനിച്ചാണ് ട്രംപ് അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്. ആ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇസ്രയേൽ സംയമനം പാലിക്കുന്നത്.
അമേരിക്ക അവിടെ നിന്ന് ഔദ്യോഗികമായി പിൻവാങ്ങുമ്പോഴത്തേക്കും ഇറാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇസ്രയേൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പം പശ്ചിമേഷ്യയിൽ ആ തരത്തിൽ 2 തരത്തിലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ സാധ്യതയുണ്ട്. ഒന്ന്, അമേരിക്കയുടെ നേതൃത്വത്തിലുണ്ടാകാൻ പോകുന്ന പുതിയ ഒരു ആക്രമണത്തിൻ്റെ സാധ്യത ഉണ്ട് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, ഇസ്രയേലും ആ തരത്തിൽ, കാരണം ഇസ്രയേലിൻ ന്യൂസ് ഏജൻസികളെല്ലാം തന്നെ ആ തരത്തിലുള്ള നിരന്തരം, അതായത് ഏത് സമയത്തും യുദ്ധമുണ്ടാകാമെന്നുള്ള തരത്തിലാണ് അവരുടെ വാർത്തകൾ വരുന്നത്. സമാന്തരമായിട്ട് ഈ IRGC സ്പോൺസർ ചെയ്യുന്ന ന്യൂസ് ഏജൻസി ഉണ്ട്, ഫാർസ് ന്യൂസ് ഏജൻസി. അപ്പോൾ അവരും ആ തരത്തിൽ നമ്മൾ കാഹളം എന്നുള്ള തരത്തിൽ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു തരത്തിലും സമാധാനത്തിൻ്റെതായ സന്ദേശം നൽകാത്ത വാർത്തകളാണ് അവരും പറയുന്നത്. അതായത് ഒരു തരത്തിലും ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സമീപനവും നിലവിൽ സ്വീകരിച്ചിട്ടില്ല. നമ്മൾ പശ്ചിമേഷ്യയിൽ ഈ സംഘർഷമുണ്ടായ കാലഘട്ടത്തിൽ സമാധാനം വന്നതെല്ലാം തന്നെ അമേരിക്ക ഏകപക്ഷീയമായിട്ട് പിൻവാങ്ങിയതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ മീഡിയേറ്ററായിട്ട് റോൾ എടുത്തത് തന്നെ ഇറാൻ്റെ താല്പര്യപ്രകാരമായിരുന്നില്ല, അമേരിക്കൻ താല്പര്യപ്രകാരമാണ്. അത് അമേരിക്കയാണ് പാകിസ്ഥാൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് എബിലിറ്റി കൊണ്ടല്ല, മറിച്ച് അമേരിക്കയുടെ ആശ്രിതനായ ഒരു രാജ്യത്തെ അവർ വിട്ടുവന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ വേറൊരു വിഷയം, ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 7-നുണ്ടായ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് സൗദി അറേബ്യ ടർക്കി പാകിസ്ഥാൻ ഡിഫൻസ് എഗ്രിമെൻ്റാണ്. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ചില മാധ്യമങ്ങളൊക്കെ ഇത് ഇന്ത്യക്ക് വലിയ ഭീഷണിയാകും, പാകിസ്ഥാന് അത് വലിയ കരുത്ത് കൊടുക്കുമെന്നുള്ള തരത്തിലൊക്കെ നോക്കിക്കോട്ടെ. പക്ഷേ ഇത് ഒരു ഡിഫൻസ് എഗ്രിമെൻ്റ് ഒരു ചാപിള്ളയാകാനാണ് സാധ്യത. ഒന്ന്, ടർക്കി നാറ്റോ അംഗരാജ്യമാണ്. അപ്പോൾ ടർക്കിക്ക് മറ്റൊരു ഡിഫൻസ് പാക്റ്റിൽ എത്തണമെങ്കിൽ നാറ്റോ നിയമപ്രകാരവും അത് നാറ്റോയുടെ പെർമിഷൻ വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഐക്യരാഷ്ട്ര സംഘടനയും നാറ്റോ ഒക്കെ റീജിയണലിസം അംഗീകരിച്ചിട്ടുണ്ട്, റീജിയണലായിട്ടുള്ള അവരുടെ ഇനിഷ്യേറ്റീവ്സിന് സപ്പോർട്ട് കൊടുക്കും. പക്ഷേ ഇതിൽ അത്തരമൊരു സ്വതന്ത്രമായ എടുക്കണമെങ്കിൽ ടർക്കിക്ക് നാറ്റോയ്ക്ക് പുറത്തു വരണം. അപ്പോൾ ടർക്കി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യൂറോപ്യൻ യൂണിയനിൽ എൻ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് യൂറോപ്പിനെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടർക്കിക്ക് ആ തരത്തിൽ സൗദി അറേബ്യയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നറിയില്ല. പക്ഷേ ടർക്കിക്ക് ഇതിലൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഡിഫൻസ് പ്രൊഡക്ഷനിൽ ടർക്കി മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്, ഡ്രോൺസ് ഉൾപ്പെടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള ഇന്ത്യക്ക് ഇത് ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാവില്ല. കാരണം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള നേരത്തെ ഒരു കരാറുണ്ട് കഴിഞ്ഞ വർഷം. ആ കരാറിലും ഈ കരാറിലും അത് പ്രത്യേകം പറയുന്നുണ്ട്, സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിലും ഇന്ത്യക്കെതിരായ സംഘർഷത്തിലും സൗദി അറേബ്യ ഇടപെടില്ല എന്നുള്ളതാണ്. അപ്പം പെർഫെക്റ്റ് ന്യൂട്രാലിറ്റി ആയിരിക്കും സൗദി അറേബ്യ അതിൽ പാലിക്കും. മാത്രമല്ല ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ആ തരത്തിൽ വളരെ വലുതാണ്. അതായത് $41 ബില്യൺ കഴിഞ്ഞ വർഷത്തെ ഉഭയകക്ഷി വ്യാപാരം ഇന്ത്യയും സൗദി അറേബ്യയും. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം വെറും $5 ബില്യനാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള കയറ്റുമതി കേവലം $848 മില്യൺ. അതായത് $1 ബില്യൺ പോലും അവിടെ വരുന്നില്ല. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി സൗദി അറേബ്യയിൽ 11 ബില്യനാണ് ഈ പോയ വർഷം. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ സൗദി അറേബ്യക്ക് ഒരിക്കലും ഇന്ത്യയെ പണക്കാൻ കഴിയില്ല. ഇന്ത്യക്ക് എതിരുമല്ല ഈ പറഞ്ഞ ഇസ്ലാമിക് നേറ്റോ ആ തരത്തിൽ. മാത്രമല്ല അതൊരു വർക്കിംഗ് ഡിഫൻസ് പാക്റ്റായിട്ട് മാറുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം അസിം മുനീർ പാകിസ്ഥാൻ സേനയെ സൗദി അറേബ്യയിൽ ഹൂതികൾക്കെതിരായി വിടാൻ വിസമ്മതിക്കുകയാണ്. കാരണം ഈ പാക്റ്റ് പ്രകാരം ഈ 3 രാജ്യങ്ങൾ ഏതെങ്കിലും രാജ്യം ആക്രമണം നേരിടുമ്പോഴത്തേക്കും സേനാ സപ്പോർട്ട് കൊടുക്കണം. അപ്പം പാകിസ്ഥാനാണ് മാൻ പവർ ഉള്ളത്, ആ തരത്തിൽ കൊടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ പാകിസ്ഥാൻ സേന അതിന് തയ്യാറാകില്ല. കാരണം ഹൂതികൾക്കെതിരെ ഒരു യുദ്ധം നടത്താൻ പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയം അനുവദിക്കില്ല. കാരണം നമ്മൾ അറിയാമല്ലോ, തീവ്രവാദ ഇസ്ലാമിൻ്റെ നേഴ്സറിയാണ്, ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ നേഴ്സറിയാണ്, ഉറവിടമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഹൂതികൾക്കെതിരായ ഒരു യുദ്ധത്തിൽ പാകിസ്ഥാൻ പടയാളികൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല. അപ്പം പൊളിറ്റിക്കലി നമ്മൾ സിവിലിയൻ ഭരണകൂടം ഏത് എഗ്രിമെൻറ്റിലെത്തിയാലും പാകിസ്ഥാൻ മിലിറ്ററി സൗദി അറേബ്യയ്ക്ക് വേണ്ടി സഹായിക്കും അവർ. പക്ഷേ ഹൂതികളുടെ താവളങ്ങളിൽ പോയി ആക്രമിക്കാൻ തയ്യാറാകില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇസ്ലാമിക് നാറ്റോ ഫലത്തിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഒരു ഭാഗത്ത് ടർക്കിയുടെ പരിമിതി, കാരണം മറ്റൊന്ന് പാകിസ്ഥാനിനുള്ള ലിമിറ്റേഷൻ. കാരണം പാകിസ്ഥാനിലെ ഈ തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങൾ ഈ ഹൂതികൾക്കെതിരായ ഒരു മുന്നേറ്റം നടത്താൻ സൗദി അറേബ്യയോടൊപ്പം പോകാൻ ഒരിക്കലും തയ്യാറാവില്ല. അപ്പം അത് ഒരു ഭാഗത്ത് നിൽക്കണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ സൗദി അറേബ്യ ഇന്ന് യുദ്ധമുഖത്ത് തന്നെയാണ്, ഇറാൻ മാത്രമല്ല. പക്ഷേ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ സൗദി അറേബ്യ ഇതിനിടയിൽ ഇറാനിയൻ പ്രോക്സികളായിട്ടുള്ള, അതായത് ഇറാനിയൻ പ്രോക്സി പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഹെസ്ബുള്ളയും, ലെബനനിലെ ഹെസ്ബുള്ളയും, യമനിലെ ഹൂതികളും, പാലസ്തീനിലെ ഹമാസുമാണ്. അതിന് സമാന്തരമായിട്ട് ഇറാഖിൽ
അവർക്ക് ഷിയ മിലീഷ്യാസ് ഉണ്ട് സിറിയയിലും വിശേഷിച്ചും ഇറാഖിൽ. അപ്പോൾ ഈ കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് അമേരിക്കയും സൗദി അറേബ്യയും ചേർന്ന് ആ താവളങ്ങളിൽ ആക്രമിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫലത്തിൽ ഇന്ന് ഇറാനിയൻ പ്രോക്സികളും സൗദി അറേബ്യയും തമ്മിൽ ശക്തമായ യുദ്ധമാണ്. അതിൽ ഹൂതികൾ വളരെ ശക്തമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രീഎംപ്റ്റീവ് വാർ നടത്തുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അവരുടെ ആക്രമണങ്ങളുണ്ടായി. മാത്രമല്ല ഈ സൗദി അറേബ്യൻ വിഭാഗം നിയന്ത്രിക്കുന്ന യമനിൽ വലിയ നാശനഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഹൂതികൾ ഉണ്ടാക്കിയത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കുകയാണ്. അത് ഹോർമൂസ് മുതൽ റെഡ് സീ വരെ ഏതാണ്ട് സുയസ് വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശത്തേക്ക് ഇത് വ്യാപിക്കുകയാണ്. ഇസ്രയേൽ കൂടെ രംഗത്ത് വരികയാണെങ്കിൽ വിഷയം കൂടുതൽ ഈ പ്രശ്നം കൂടുതൽ വഷളാകാൻ സാധ്യത. പക്ഷെ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കയുടെ സൈനിക നടപടി നടക്കുന്ന സമയത്ത് ഇസ്രയേൽ നേരിട്ട് ഇടപെടാൻ സാധ്യതയില്ല. അമേരിക്ക പിൻവാങ്ങുന്ന സാഹചര്യത്തിലായിരിക്കും ഇസ്രയേൽ രംഗം കൈയടക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ ഇസ്രയേൽ തൽക്കാലം ഇതിനെ വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥയിലായിരിക്കും. പക്ഷേ ഇറാനിൽ ആഭ്യന്തരമായിട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. പക്ഷേ അവിടുത്തെ സിവിലിയൻ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാൻ ഭരണകൂടം തയ്യാറല്ല. അവിടുത്തെ മത നേതൃത്വം ആ തരത്തിൽ യുദ്ധമുഖത്ത് അല്ലെങ്കിൽ യുദ്ധോത്സുകരായി നിൽക്കലാണ്. അവർ കൂടുതൽ യുദ്ധം വേണമെന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട്. അമേരിക്കയുടെ ആ കഴിഞ്ഞ 14 പാക്കേജിൽ ഏതാണ്ട് $300 മില്യൺ അവർ ഓഫർ ചെയ്തതാണ്. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളുണ്ടായിട്ടും അങ്ങനെ എതിരാളിയുടെ സൗജന്യത്തിൽ ഞങ്ങൾക്ക് സമാധാനം വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ആത്മഹത്യാ നിലപാടെടുക്കുന്ന IRGCയുടെ നേതൃത്വം. മറ്റൊന്ന് ഇറാനിലെ സിവിലിയൻ ഭരണകൂടം ഇന്ന് പൂർണ്ണമായിട്ടും അവിടെ അധികാരമില്ലാത്ത അവസ്ഥയിലും കൂടിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും ഒരു സംഘർഷത്തിൻ്റെ പാതയിലാണ്. ഞാൻ വിചാരിക്കുന്നത് വരും ദിവസങ്ങളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സംഘർഷത്തിൻ്റെ സാധ്യത ഈ മേഖലയിൽ തെളിഞ്ഞു വരികയാണ്. അതിനെ സൂചിപ്പിച്ചത് ഖത്തറും ഇറാനും തമ്മിലുള്ള സംഘർഷവും ഇറാനും UAEയും തമ്മിലുള്ള കഴിഞ്ഞ ദിവസത്തിലുണ്ടായ ഇറാൻ്റെ ആക്രമണവും, അതായത് അവരെ കപ്പലുകൾക്കുണ്ടായ ആക്രമണം, അമേരിക്കയുടെ പുതിയ നേവൽ ബ്ലോക്കേഡ്, അതായത് ഹോർമൂസിലെ ബ്ലോക്കേഡും സമാന്തരമായിട്ടുള്ള ഹൂതികളും സൗദി അറേബ്യയും തമ്മിലുള്ള യുദ്ധവും, ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ വായിക്കുമ്പോഴാണ് ഈ സംഘർഷം കൂടുതൽ വ്യാപിക്കാനും അത് കൂടുതൽ വലിയ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത. ഇനി അമേരിക്ക ഒരു ഇടപെടുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടലാകുമെന്നാണ് ട്രംപിൻ്റെ വാദം. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഏക നേതാവ് ട്രംപാണ്. അപ്പം ട്രംപ് പറയുന്ന ആക്രമണവും ട്രംപ് പറയുന്ന സമാധാനവും നമുക്ക് ഒരുപോലെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ദുഃഖസത്യവും കൂടെ ഉണ്ടെന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.